അസ്സലാമു അലൈക്കും മുത്തുമണികളെ, സുഖമല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം. നമ്മളും സുഖം തന്നെ, ഒരൊട്ടേപത്തിൽ അങ്ങനെ പോകുന്നു. അപ്പം ഇന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ, കുറേ വീഡിയോസ് ഞാൻ ചെയ്തു. അപ്പോൾ കുറേ വീഡിയോസ് ചെയ്യുമ്പോൾ ചില ആളുകൾ വന്നിട്ട് പറയുന്നുണ്ട്, വീഡിയോസ് ചെയ്യാൻ പറഞ്ഞവരെന്നെ നമ്മളടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിങ്ങനെ ചെയ്യാൻ തുടങ്ങിയില്ലെന്ന്. നമ്മളോട് ചെയ്യാൻ പറയും, നമ്മൾ ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്? സത്യസന്ധമായ കാര്യം, അവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ എന്നാലും അത് തൃപ്തിയാകണില്ല അവർക്ക്. അപ്പോൾ ആ ഭാഗത്തേക്ക് പറഞ്ഞാൽ പറയും, അവരെ വെള്ളപൂശാൻ വന്നേക്കണം. ഈ ഭാഗത്തേക്ക് പറഞ്ഞാൽ പറയും, അവരെ വെളുപ്പിക്കാൻ വന്നേക്കണം. അപ്പോൾ രണ്ട് ഭാഗത്തും പറയണ്ട. ഇനി അങ്ങനെ തീരുമാനിക്കുക, രണ്ട് ഭാഗത്തും പറയണ്ട. പിന്നെ ഇതൊന്നല്ല കേട്ടോ, ഞാൻ പറയാൻ വന്ന വിഷയം വേറെയാണ്. നമ്മളെ ദീനിലേക്കൊരാൾ ഇസ്ലാം ദീൻ വിശ്വസിച്ച് വന്നാൽ, എൻ്റെ കാരണന്മാരൊക്കെ പറയുന്നത് കേട്ടോ കേട്ടോ, അല്ലാതെ ഞാനിത് കിതാബെടുത്ത് വായിച്ച് മനസ്സിലാക്കിയൊന്നുമല്ല. പണ്ഡിതന്മാരും കാരണന്മാരും ഒക്കെ പറയുന്നത് കേട്ടിട്ടുള്ള വിവരമാണ്. ഇസ്ലാം ദീൻ സ്വീകരിച്ച് നമ്മളെ ദീനിലേക്ക് വന്നു കഴിഞ്ഞാൽ, അത് എത്ര പ്രായമുള്ളൊരു മനുഷ്യനാണെങ്കിലും, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും, അയാളുടെ സൗന്ദര്യത്തെയോ അല്ലെങ്കിൽ മറ്റുള്ളതിനെയോ അവിടെ കണക്കാക്കുന്നില്ല. അവർ അന്ന് ജനിച്ച് വീണ, അതായത് ആ ദീൻ വിശ്വസിച്ച് അന്ന് ജനിച്ച് വീണ ഒരു കുട്ടിയുടെ മാതിരിയാണ് കണക്കാക്കപ്പെടുന്നതാണ് കാരണന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇനി കാരണന്മാർ പറഞ്ഞതൊക്കെ ഒരുവിധം ശരിയായിരിക്കാം. കാരണം ഇപ്പോഴത്തെ കാരണന്മാരല്ല, പണ്ടത്തെ കാരണന്മാരാണ്. അതുകൊണ്ട് അത് ശരിയായിരിക്കാം. അപ്പോൾ അവരെ നമ്മളെ പള്ളിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കാരണം ആണുങ്ങൾ ജുമായ്ക്ക് പോകുമ്പോൾ അറിയാം, ഒരു ആണാണ് നമ്മളെ ദീനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെല്ലാവരെയും കൂട്ടത്തിൽ നിന്നിട്ടാണ് നിസ്കരിക്കുന്നത്. അവരെ മാറ്റി നിർത്തുന്നില്ല, അവരെ നമ്മളെ കൂടെ ചേർത്താണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊക്കെ കൂടെ നിർത്തി ചേർത്ത് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തിപരമായിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും വേറുള്ള കാര്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ആ ഒരു ഇതൊക്കെ ആലോചിക്കുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായമായിട്ടോ പറയണം, അല്ലാതെ വേറുള്ള അഭിപ്രായമില്ല. അവരെന്തോ ചിന്തിച്ചോട്ടെ, അവരെന്തോ പറഞ്ഞോട്ടെ, എനിക്കതിൽ പ്രശ്നമില്ല. ഞാൻ പറയുന്നത് സത്യസന്ധമായി നടപ്പ് ഉള്ള, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരിതാണ്. നമ്മളെ പള്ളിയിൽ കയറാൻ പാടില്ല എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നാലും ഇസ്ലാം ദീൻ അനുസരിച്ച് ഒരാൾ നമ്മളെ ദീനിലേക്ക് വന്നു കഴിയുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ ഏറ്റവും മുൻനിരയിലാണ് നിൽക്കുന്നതെങ്കിൽ കൂടി നമ്മളവിടുന്ന് മാറി നിൽക്ക് എന്നാരും പള്ളിയിൽ നിന്ന് പറഞ്ഞത് കേട്ടതായിട്ട് ഒരാളും പറഞ്ഞത് കേട്ടത് ഇതുവരെ എനിക്കറിയില്ല. കാരണം പള്ളിക്ക് ആണുങ്ങളാണെങ്കിൽ പള്ളിക്ക് പോകണതും നിസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും എല്ലാവർക്കും അങ്ങനെ നമ്മുടെ അടുത്ത് കൂടെ ഒക്കെ ഉണ്ട്. അങ്ങനെ വന്ന് തലമുറകൾ കഴിഞ്ഞവർ നമ്മളടുത്തുണ്ട്. അവരൊക്കെ പള്ളിയിൽ ഓരോ സ്ഥാനങ്ങൾ വഹിക്കുകയാണ് ഇപ്പോൾ. ആണുങ്ങളുണ്ടല്ലോ, ആണുങ്ങൾ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് അത്രയും ആ ദീനിനെ സ്നേഹിച്ച് ആ പള്ളിയിൽ ഓരോ ജോലികളായിട്ട് അവരിപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ, അവരങ്ങനെ ഇതായിട്ട് ജോലിയായിട്ട് നിൽക്കും. അവരെ മക്കളെ ദീനീപരമായിട്ട് പഠിപ്പിക്കും. അവരെ മക്കൾ അതേ മദ്രസിലും ഇതിലും പഠിച്ചു വരികയും അവിടെ നിന്ന് ആ തലമുറകൾ വളർന്നു വരികയും ചെയ്യുന്നത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അവരെ ആരും അകറ്റി നിർത്താറില്ല, അവരെ നമ്മൾ ചേർത്ത് നിർത്താറേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഉള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറേയായി ഇങ്ങനെ ഓരോന്നോരോന്ന് കേൾക്കുന്നു. പക്ഷേ അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും സങ്കടമോ വേദനയോ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഞാൻ എൻ്റെ മനസ്സിലൊരു ഉദ്ദേശം, ഞാൻ കണ്ടു വളർന്നത്, എൻ്റെ മാതാപിതാക്കൾ പറയുന്നത്, കാരണന്മാർ പറയുന്നത്, അത് കേട്ടിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിനെപ്പറ്റി പറയാൻ. അടുത്തൊരു വീഡിയോയുമായി വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.